തുടങ്ങാം. ഈ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. ഞങ്ങളുടെ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം ഉണ്ടായി. ആ കാലതാമസം ഉണ്ടായത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ കാലതാമസമല്ല. ഞങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ആ തീരുമാനങ്ങൾ എടുക്കുന്നതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പല ആളുകളും എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം താമസിക്കുന്നു എന്ന ഒരു ചോദ്യം പലപ്പോഴായി കേൾക്കുവാൻ ഇടയായി. അതിന് ഉള്ള മറുപടി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. കേരളത്തിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ജില്ലയിലും അതിൻ്റേതായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ച്, പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കോന്നിയിലെ ജനങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചതനുസരിച്ച് ഞാൻ 23 വർഷക്കാലം കോന്നിയിലെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതാണ്. എന്റെ പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി മുമ്പോട്ട് വന്നത്. അപ്പോൾ കോന്നിയിലെ ജനങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ MPമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും അതിന് അനുമതി കിട്ടുന്നു എങ്കിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ AICCയിൽ നിന്നും എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആ തീരുമാനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. AICCയിൽ നിന്നും തീരുമാനമെടുത്തത് മറ്റൊന്നുമല്ല, MPമാർ തൽക്കാലം മത്സരിക്കേണ്ടതായിട്ടില്ല എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതനുസരിച്ച് കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ പക്ഷേ FB പോസ്റ്റ് ഇടുകയും പിന്നെ പിൻവലിക്കുകയും അത്തരം ചില ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടിയിരുന്നു. അല്ല, ഞാൻ ആ FB പോസ്റ്റ് വീണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ച് കാണത്തില്ല. അതൊന്നുകൂടി പരിശോധിക്കണം. കോന്നിയിലെ ജനങ്ങളുമായുള്ള ആത്മബന്ധവും അവരുമായിട്ടുള്ള ഓരോ കുടുംബമായിട്ടുള്ള ബന്ധങ്ങളും അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നെ വിശ്വാസത്തിലെടുത്തവരുണ്ട്. അവർക്ക് അവരുടെ മുമ്പിൽ ഞാൻ ആ FB പോസ്റ്റ് വീണ്ടും ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പിൻവലിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനകത്ത് മറ്റ് യാതൊരു വിധത്തിലുമുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകും. അല്ല, കൺഫ്യൂഷൻ മറ്റൊന്നുമല്ല. പാർട്ടിയുടെ തീരുമാനങ്ങൾ വന്നില്ല എന്നുള്ളത് കൊണ്ട് ആ തീരുമാനങ്ങൾ പൂർണ്ണമായി അത് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് അത് പിൻവലിച്ചത്. ഇല്ലില്ല, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ആ തീരുമാനം നേരത്തെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ഞങ്ങളെയൊക്കെ അറിയിച്ചിരുന്നു. ഒരു MP എന്നുള്ള നിലയിൽ ആ തീരുമാനം അത് ഉൾക്കൊള്ളുകയും
അത് സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ചില എംപിമാർക്കെങ്കിലും ഇളവ് നൽകാമായിരുന്നില്ല. അല്ല, അങ്ങനെ അത് ഞങ്ങൾക്ക് ഒരു നാഷണൽ പാർട്ടിയാണല്ലോ. നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾക്ക് ആ ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ നാഷണൽ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു. പാർട്ടി എന്ത് തീരുമാനിച്ചാലും പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇല്ല, ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നില്ല. ഞാൻ അദ്ദേഹം താമസിക്കുന്ന അതേ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. എങ്കിലും അതിനെ ആശയവിനിമയം നടത്താനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. ഞാൻ പാർലമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് പാർലമെന്റ് സമ്മേളനത്തിലേക്ക് ഇന്നലെയല്ല അതിന് മുമ്പുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയില്ല. എംപിമാർ മത്സരിക്കുന്നില്ല എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ചില ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. അത് താങ്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് അതിൽ സൂചനയുണ്ടായിരുന്നു. ഇപ്പൊ ഈ എംപിമാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ലിസ്റ്റ് വൈകുന്നവരെ കാര്യങ്ങൾ എത്തിച്ചില്ലേ? അല്ല, ലിസ്റ്റ് വൈകിയില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് വൈകിയെന്ന് നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസം കഴിഞ്ഞിട്ടില്ല. പ്രചരണം ഒന്നും വൈകിട്ടില്ല. എല്ലായിടത്തും വേണ്ട തരത്തിലുള്ള പ്രചരണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പ്രചരണം കൊടുക്കുന്നതിന്റെ ഭാഗമായി എല്ലായിടത്തും ഞങ്ങളുടെ വരുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ അവരെല്ലാവരും തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അംഗം കെ സുധാകരനും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച 2 എംപിമാരാണ്. പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ AICC ഒരു ഡിസിഷൻ എടുത്ത് അറിയിച്ചിരുന്നുവെങ്കിൽ 4 ദിവസക്കാലം മാരത്തോൺ ചർച്ചയും ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന തീരുമാനങ്ങൾ നീട്ടി കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ഒരു ഡിസിഷൻ നേരത്തെ തന്നെ എംപിമാരെ അറിയിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ പോളിസി എടുത്തിരുന്നുവെങ്കിൽ ഈ തർക്കം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അങ്ങ് ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. CPM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. CPMന് ഇവിടെ ഇരുന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ ഞങ്ങളെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് പറയുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് അല്പം കാലതാമസം ഉണ്ടായി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതല്ലാതെ കണ്ട് എന്തായിരുന്നു ഡൽഹി ചർച്ചകളിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. 100 സീറ്റ് ഉറപ്പിക്കും, 100 സീറ്റ് UDF നേടും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിനെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. പൂർണ്ണമായും പാർട്ടിയുടെ തീരുമാനം വരാൻ വേണ്ടിയാണ് ആ പോസ്റ്റ് വീണ്ടും ഇടുകയാണ്. എന്തായാലും അടൂർ പ്രകാശും പാർട്ടിയുടെ ലൈനിൽ വന്നിരിക്കുന്നു.